വിശദമായ വാർത്തകളിലേക്ക്. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി 3 വ്യോമസേനാ വിമാനങ്ങൾ തകർന്നു. മധ്യപ്രദേശിലെ മൊറേനിയിൽ സുഖോയ് 30, മിറാഷ് 2000 യുദ്ധവിമാനങ്ങളാണ് തകർന്നു വീണത്. ഇന്ന് പുലർച്ചെ 5:30-നാണ് അപകടമുണ്ടായത്. വിമാനങ്ങൾ ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. 2 പൈലറ്റുമാർ രക്ഷപ്പെട്ടു. മൂന്നാമത്തെ ആൾക്കായി തെരച്ചിൽ തുടരുകയാണ്. രാജസ്ഥാനിലെ ഭരത്പൂരിലാണ് മറ്റൊരു വിമാനം തകർന്നു വീണത്. മനു ഭരത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനു, 3 വിമാനങ്ങളാണ്, യുദ്ധവിമാനങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. 2 പൈലറ്റുമാർ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഈ അപകടങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. മധ്യപ്രദേശിലെ ഈ മുറൂനയിൽ ഉണ്ടായ അപകടത്തിൽ 2 വിമാനങ്ങൾ തകർന്നിരിക്കുന്നത്. ഇത് ഗോളിയറിൽ നിന്ന് പറന്നുയർന്ന വിമാനങ്ങളാണ്. പരിശീലന പറക്കലിന് ഇടയിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് വ്യക്തമായിട്ടുള്ളത്. ഇത് വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ചൊരു കോർട്ട് ഓഫ് എൻക്വയറി രൂപീകരിച്ച് വ്യോമസേന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് ഈ അപകടത്തിൻ്റെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. സൈനിക ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൽ നിന്നും അതുപോലെ എയർഫോഴ്സ് മേധാവിയിൽ നിന്നും രാജ്നാഥ് സിംഗ് ഇതിൻ്റെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സേനാ വിഭാഗങ്ങൾക്കും പോലീസിനും അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനായി 2 പൈലറ്റുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനും ആയിട്ടുണ്ട്. മൂന്നാമത്തെ ആൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. അതേസമയം രാജസ്ഥാനിലെ ഭരത്പൂരിൽ ഉണ്ടായ അപകടത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് വിമാനം ആകാശത്തിൽ നിന്ന് തീ പിടിച്ചു എന്നാണ് വ്യക്തമായിട്ടുള്ളത്. ആഗ്രയിൽ നിന്ന് പറന്ന വിമാനമാണ് ഈ ഭരത്പൂരിൽ അപകടത്തിൽപ്പെട്ടത് എന്നാണ് വ്യക്തമായിട്ടുള്ളത്. ഈ വിമാനം അപകടത്തിൽപ്പെടാനുള്ള കാരണത്തെ സംബന്ധിച്ചുള്ള പരിശോധനകൾ തുടരുകയാണ്. മനു, ഈ 3 വിമാനങ്ങളും, അപകടത്തിൽപ്പെട്ട 3 വിമാനങ്ങളും ഒരേ ട്രെയിനിങ് സെന്ററിൽ നിന്ന് പറന്നുയർന്ന വിമാനങ്ങളാണോ ഇപ്പോൾ ഈ തകർന്നു വീണിരിക്കുന്നത്? അല്ല, മധ്യപ്രദേശിലുണ്ടായ അപകടത്തിൽ ഉൾപ്പെട്ട വിമാനങ്ങൾ, അതായത് സുഖോയ് 30-ഉം അതുപോലെ ഈ മിറാഷ് 2000-ഉം ആണ് ഗോളിയറിലെ എയർബേസിൽ നിന്ന് പരിശീലന പറക്കൽ നടത്തിയത്. അതേസമയം ഭരത്പൂരിൽ തകർന്നു വീണ വിമാനം ആഗ്രയിൽ നിന്നാണ് ആരംഭിച്ചത് എന്നാണ് വ്യക്തമായത്. ആദ്യം ഇതൊരു ചാർട്ടേഡ് വിമാനമായിരുന്നു എന്നാണ് അവിടെ നിന്ന് ഉള്ള വിവരങ്ങൾ വന്നത്. അങ്ങനെയാണ് ഭരത്പൂർ കലക്ടറും വ്യക്തമാക്കിയത്. എന്നാൽ അലോക് കുമാറിൻ്റെ ഈ പ്രസ്താവന പുറത്തു വരുന്നതിന് തൊട്ടുപുറകെ അത് ഒരു എയർഫോഴ്സ് വിമാനമാണ് എന്ന് സേനാവൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. തുടർന്നാണ് അത് ചാർട്ടേഡ് വിമാനമല്ല, സേനാ വിമാനമാണ് എന്ന് വ്യക്തമാവുകയും ചെയ്ത ആഗ്രയിൽ നിന്ന് ആരംഭിച്ച വിമാനമാണ് ഈ ഭരത്പൂരിൽ അപകടത്തിൽപ്പെട്ടത്. അത് ആകാശത്ത് നിന്ന് തീപിടിച്ചു എന്നാണ്, തീപിടിച്ച് പറക്കുന്നതായി കണ്ടു എന്നാണ് അവിടെ നിന്നുള്ള ദൃക്സാക്ഷികളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. ഈ മധ്യപ്രദേശിൽ അപകടത്തിൽപ്പെട്ട വിമാനങ്ങളിൽ നിന്നാണ് 3 പൈലറ്റുമാർ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുള്ളത്. അതിൽ 2 പേർ രക്ഷപ്പെട്ടു, ഒരാൾക്കായി തിരച്ചിൽ. അതേസമയം ഈ രാജസ്ഥാനിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ? രാജസ്ഥാനിൽ ഉണ്ടായ അപകടത്തിൽ ഇതുവരെ ആളപായം ഉള്ളതായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഈ മധ്യപ്രദേശിലെ മുറേനയിലുണ്ടായ അപകടത്തെ സംബന്ധിച്ചാണ്. അതിൽ 3 പൈലറ്റുമാർ ഉണ്ടായിരുന്നു. 2 പേരെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടത്തുന്നത്. ഈ പൈലറ്റുമാർ വിമാനം അപകടമുണ്ടായ സാഹചര്യത്തിൽ തന്നെ ഇജക്റ്റ് ചെയ്തു, പാരാഷൂട്ട് ഉപയോഗിച്ച് വിമാനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള നീക്കം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ 2 പേർ പെട്ടെന്ന് തന്നെ അവിടെ രക്ഷാസേന എത്തുകയും രക്ഷാപ്രവർത്തനങ്ങളിൽ 2 പേരെ പെട്ടെന്ന് തന്നെ എയർലിഫ്റ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ അടിയന്തര ചികിത്സകൾ നൽകുന്നതിനായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ സുഖോയ് വിമാനത്തിലാണ് 2 പൈലറ്റുമാർ ഉണ്ടായിരുന്നത്. മിറാഷ് 2000-ൽ അതേസമയം ഒരാളാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ 2 പൈലറ്റുമാർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് അവർക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകുന്നതിനായി എത്തിച്ചിട്ടുണ്ട്. ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. അത് സമയം വൈകുന്തോറും ആശങ്കകൾ വർദ്ധിക്കുകയുമാണ്. തീർച്ചയായും മനു, എന്തായാലും ഇത്തരത്തിൽ ഈ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് വളരെ വലിയ ആശങ്ക ഉണർത്തുന്ന സംഭവം തന്നെയാണ്. മനു ഭരത് സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി 3 വിമാനങ്ങളാണ് തകർന്ന് വീണിട്ടുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് കൂടി